ചേച്ചി എന്നോട് കുറച്ച് പറയാനുണ്ട്. ഞാൻ വീഡിയോ എടുത്താലോ? കുഴപ്പമില്ല, പറഞ്ഞോളാം. ഇന്ന് ഞാൻ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു ദിവസമാണ്. കഴിഞ്ഞ 8 മാസമായിട്ട് എൻ്റെ ആരുമല്ല, ഞാൻ കണ്ടിട്ടുമില്ല, എനിക്കൊന്നുമില്ല, എൻ്റെ രാജ്യത്തോടൊന്നും ഒരു ബന്ധവുമില്ല. പക്ഷേ സുനിത വില്യംസ്, ആ സുനിത എന്നുള്ള പേര് ഇന്ത്യയുടെയാണ്. ആ കുട്ടി ഇന്ന് സുരേഷ് ഏതോ ഇതിലായിരിക്കും. അപ്പോൾ എനിക്കിന്ന് വലിയ സമാധാനമായി. അപ്പോൾ അതുപോലെ തന്നെ കുഞ്ഞാവ വന്ന സമയം, കുഞ്ഞാവ് ഏത് സ്റ്റേജിലാണ് വന്നത് അതൊക്കെ അങ്ങ് പോട്ടെ. പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അച്ചാച്ചി ഒരു 3 പേര് എന്നെ ഇടവും വലവും നിന്ന് തല്ലിയാലും പിറകിൽ നിന്ന് ഏതാവനും കുത്തിയാലേ ഞാൻ കുത്തുകൊള്ളത്തുള്ളൂ. പക്ഷേ എൻ്റെ നെഞ്ചത്ത് നേരെ ഒരു കത്തി കൊണ്ട് വന്നാൽ ഒരുത്തരും എൻ്റെ കയ്യിൽ നിന്ന് പോകത്തില്ല. അത് എനിക്ക് ധൈര്യമില്ലാത്തൊരു വില്ലത്തരമായിരുന്നു. പക്ഷേ ഇപ്പം കുഞ്ഞാവ് വീടിൻ്റെ മൊത്തം രക്ഷകനാണ്. 2-2.5 വർഷമായി നമുക്കൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിലുള്ളൊരു സംഭവമാണ്, ഇപ്പോൾ നെഞ്ചുവേദന എടുക്കുന്നതെന്ന് പറഞ്ഞാൽ എന്നെ തോളത്തിട്ടുണ്ട് ഒരു യന്ത്രവാഹനമില്ലേലും എന്നെ തോളത്തിട്ടുകൊണ്ട് ഒരു ആതുരാലയത്തിൽ, അതെന്നെ തന്നെയല്ല, സുലോമയ്ക്കിപ്പം ദീപ്തിയേക്കാളും ദീപുവിനേക്കാളും അമ്മുവിനേക്കാളും ഒക്കെ കുഞ്ഞാവേ, എന്താ സുലോമ, ഞാൻ വണ്ടിയിലൊക്കെ പോകും, ഞാൻ ഫോൺ ഓഫ് ചെയ്യാൻ പറയും, കുഞ്ഞാവേ ഉപ്പില്ല കേട്ടോ, ശരി സുലോമയെ കൊണ്ടുവരാം. ഇച്ചിരി കഴിയുമ്പോൾ അടുത്ത കോള്, കുഞ്ഞാവേ 1 കിലോ തക്കാളി വാങ്ങിക്കാൻ പറ്റുമോ? 1 കിലോമീറ്ററോ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു 15 നമ്മുടെ കുഞ്ഞാവ് എടുത്ത് കളാം, അവൾക്ക് ആ ലിസ്റ്റ് എഴുതി തരത്തില്ലായിരുന്നു പറഞ്ഞ് ഞാൻ ദേഷ്യപ്പെടും. അങ്ങനെ ശരിക്കും ഒരു സംരക്ഷണ വലയം, അതെന്തോ എങ്ങനോ എന്തോ എവിടുന്നോ അതൊന്നും എനിക്കറിയില്ല. അപ്പം നിങ്ങളാരും ഇവിടെ ചിലപ്പം, പക്ഷെ ഞാൻ മാത്രം അവനെ ഏറ്റവും വലുതായിട്ട് ബഹുമാനിക്കുന്നു. മറ്റുള്ളവരൊക്കെ എനിക്ക് മാത്രം ഇപ്പം അവനോട് ഒരു കാര്യം, എനിക്കൊരു നിസ്സാര ശകലം ചുണ്ണാമ്പ് വേണം, അല്ലെങ്കിൽ ഒരു വെറ്റില വേണം, ഇതൊക്കെ പണ്ട് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഈ 17-ാം തീയതി കഴിഞ്ഞ ശേഷം ഞാൻ യാതൊന്നും പറയാറില്ല. പക്ഷേ പറയുന്നതിന് മുമ്പ് എനിക്ക് എത്തേണ്ട കാര്യങ്ങൾ എത്തുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും എനിക്ക് കിട്ടുന്ന പോലെ അവൻ്റെ അച്ഛനും അമ്മയ്ക്കും കൃത്യമായിട്ട് കിട്ടണം. അവൻ എന്നെ സുലുവിനെ മാത്രം സ്നേഹിച്ചാൽ പോരാ, അവൻ്റെ സാഹചര്യങ്ങളെ, പ്രത്യേകിച്ച് അവൻ്റെ അച്ഛനും അമ്മയും, അവൻ്റെ എന്നെപ്പോലെ ഒരുപാട് പോരായ്മകളുണ്ടാവാം. ഞാൻ ഏറ്റവും വലിയ പോരായ്മയാണ്. അതുപോലെ അതിപ്പോൾ നിങ്ങൾ പറയുന്നതിട്ട് മണിയായാലും ആരായാലും സമയച്ചിരി ഒന്ന് കഴിയട്ടെന്നേ, അവരൊന്ന് സ്വയം പറയട്ടെന്നേ. ഇവിടെ വിശാലമായ സംഭവമുണ്ട്, നമുക്കതെല്ലാം പതുക്കണേ. അവരെപ്പം സ്വയം ആഗ്രഹിക്കുന്നു അപ്പം എല്ലാവരും അവരുടേതായ ലോകത്തല്ല. ഇപ്പം എന്നോട് നിങ്ങളെല്ലാം സെറ്റാ, വയനാട്ടിൽ പോകാൻ എന്നെ വിളിച്ചാൽ എനിക്ക് എന്തിനെയൊക്കെ കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ ഈ 30 പട്ടിയെ കൊണ്ടുപോകാൻ പറ്റും, നമ്മുടെ ഈ നാട് കൊണ്ടുപോകാൻ പറ്റും. പട്ടികൾ ഇത് അതെല്ലാം നമുക്ക് പണ്ട് ഇതിലേറ്റവും വലിയൊരു സംഭവമുണ്ട് മോളെ. അച്ചാച്ചിയെ നല്ല മനുഷ്യനാക്കിയ ഭാരതരത്നം കിട്ടിയ ഒരു പുല്ലാങ്കുഴൽ വായകൻ അംജദ് അലി ഖാനാണോ ഉസ്താദ് ബിസ്മില്ല ഖാനാണോ എന്ന് എനിക്ക് കറക്റ്ററിയില്ല. പാകിസ്ഥാൻ വേർപെട്ട് കഴിഞ്ഞപ്പോൾ മുഹമ്മദ് അലി ജിന്നെ അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി പോരെ, ഞാനെല്ലാം താങ്കൾക്ക് ശരിയാക്കി തരാം, കാശിയിലാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചത്, ഈ കാശി വിശ്വനാഥൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന ശങ്കുലിനാഥം നിങ്ങൾക്ക് കറാച്ചി വരെ കൊണ്ടുവരാൻ പറ്റുമോ? എൻ്റെ ഗംഗ ഇവരിലാരാണ്? അദ്ദേഹം ചോദിച്ചാണ്. എനിക്കൊന്നും വേണ്ട, നിങ്ങളിത് കൊണ്ടുവരാമെന്ന് ഞാൻ കറാച്ചിയിലോ പാകിസ്ഥാനിലോ ജീവിച്ചോളാമെന്ന്. ഉസ്താദ് ബിസ്മില്ല ഖാനാണോ, ആരെങ്കിലും കമൻ്റ് ഉണ്ടോ, അതോ അംജദ് അലി ഖാനാണെന്ന് അറിയത്തില്ല, ഷേണായി, ഇതാണ് ഇത്രയും നീളമുള്ള സാധനത്തിൽ ഭാരതരത്നം വാങ്ങിച്ച മഹത് വ്യക്തിയാണ്. ഞാൻ സുഖത്തുള്ള ഒരു പാവം 10ാം ക്ലാസ്സുകാരൻ, പക്ഷേ ഞാനത് സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. അതേപോലെ ഞാൻ പറയുന്നത്, എൻ്റെ മക്കൾ ആര് വന്നാലും എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ, ഞാൻ നിങ്ങളുടെ കൂടെ വരുമ്പം കക്കാട്ടാറിലെ ഒരു കുപ്പി വെള്ളമേലും നിങ്ങൾ എടുത്തുകൊണ്ട് വരണം. ഈ കക്കാട്ടാറ് വിട്ട് ഈ നാട്ടിലെ കാറ്റ് വിട്ട് എല്ലാവരും സീസൺ കഴിയുമ്പോൾ ശബരിമല അയ്യപ്പനെ ഉപേക്ഷിച്ചങ്ങ് പോകും. പിന്നെ ഞാനും അയ്യപ്പനും കൂട്ടുകാരൻ. ഞാൻ തിരക്കുള്ളപ്പോൾ ഞാൻ അയ്യപ്പനെ എടുത്ത് പോകത്തില്ല, അയ്യപ്പൻ തിരക്കി എൻ്റെ അടുത്ത് വരും. ഇത്രയും നല്ലൊരു ദൈവിക സങ്കല്പമുണ്ട്. അദ്ദേഹത്തിന് കെട്ടുനിറയ്ക്കുന്ന ഒരു പൂജാരിയോ അല്ല കെട്ടുനിറയ്ക്കുന്നു, ഒരു ബ്രാഹ്മണനോ അല്ല കെട്ടുനിറയ്ക്കുന്നു. വീട്ടിലുണ്ടാക്കുന്ന അന്നവും കാര്യവും ഒക്കെ ആയിട്ട് എനിക്കൊന്ന് പോകണം. എന്നേലും എൻ്റെ പറമ്പിൽ കരനെല്ല് വിളഞ്ഞാൽ എൻ്റെ പറമ്പിൽ നിന്ന് നെയ്ത്തേങ്ങയ്ക്കുള്ള തേങ്ങ എടുത്ത് എൻ്റെ പശുവിൻ്റെ പാല് കറന്ന് നെയ്യെടുത്ത് അങ്ങനെ നിറച്ച് ഇരുമുടിക്കെട്ടുമായി. പിന്നെ ഒരു കുഞ്ഞ് സന്തോഷം, എന്നേക്കാളൊക്കെ 1000 കോടി അകലെയാണ് സന്തോഷ് ജോർജ് കുളങ്ങര. അദ്ദേഹം പറഞ്ഞ സത്യമാണ്. കേരളം വൃദ്ധസദനമാണെന്ന് മക്കൾ മൊത്തം പുറത്തുണ്ട്. പക്ഷേ അദ്ദേഹത്തോടൊരു കുഞ്ഞു ചോദ്യം പോലെ, സാറേ പ്ലീസ് ക്ഷമിക്കണം, എൻ്റെ വീട്ടിൽ എൻ്റെ മകനുണ്ട്, മകളുണ്ട്, മകളുടെ ഭർത്താവുണ്ട്, കൊച്ചുമകനുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, പിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്ന ആരോ പഠിക്കാൻ പോയി. അവൾ പഠിക്കണമല്ലോ, അവളെ പഠിപ്പിക്കണം. അവളും പഠിത്തമൊക്കെ
പിന്നെ ഇത്രയും മൃഗാദികളുണ്ട്. അപ്പം സാർ, ഞാൻ എൻ്റെ കുടുംബം താങ്കൾക്ക് വേണ്ടിയിട്ട് അങ്ങ് സമർപ്പിക്കുന്നു. താങ്കൾ എപ്പോഴും സമയം കിട്ടുമ്പോൾ ഒന്ന് വരിക. താങ്കളും ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമാകുക. കാര്യം താങ്കൾ കണ്ടിട്ടില്ലാത്ത ലോകം ഈ ഭൂമിയിൽ എങ്ങുമില്ല. ഞാനും താങ്കളെ പണ്ട് തൊട്ട് ഏഷ്യാനെറ്റിൽ തൊട്ട് പരിപാടി നടത്തുമ്പോൾ കാണുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തങ്ങളുടെ യാത്ര, സംസാരമില്ല. എനിക്കതിൻ്റെ 1,00,000 ഒരംശം പോലും കാണാനും. പക്ഷേ താങ്കൾ കേരളത്തിൽ ഒരു കുടുംബമുണ്ട് വൃദ്ധസദനമല്ലാതെ എന്ന് ചിന്തിക്കുക. അങ്ങനെ നമുക്കങ്ങനെ ചിന്തിക്കാം. താങ്കളുടെ കുടുംബത്തിലും ഞാനിപ്പോൾ പറഞ്ഞതിനോട് താങ്കളുടെ കുടുംബത്തിൽ 8-9 പേരുണ്ടെന്ന് താങ്കളും ഒന്ന് പറയുക. അങ്ങനെ നമുക്കെല്ലാവരെയും സ്വയം മാറ്റി ഇത് ഞങ്ങൾ വീഡിയോയിലിടും. ഒരു 2-3 ലക്ഷം പേര് കാണുമായിരിക്കും. നമ്മൾ തുടങ്ങിയത് എന്തോ കാര്യത്തില തുടങ്ങിയല്ല. കുഞ്ഞാവെ ഒന്ന് പോഴ്ത്തുന്നു കേട്ടോ. എന്തായിരുന്നു അതിന്റെ ഉദ്ദേശം? എനിക്ക് വലിയ എന്താ അവനുണ്ടല്ലോ. എന്തുവാണി? എന്തുവാ? ഇല്ല, ഞാൻ ഇത് കേൾക്കട്ടെ ഇവിടെ. എനിക്കൊരുപാട് ഭയമുണ്ട് ഇപ്പോൾ. ഒരുപാട് ഭയം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭയം. നിന്നെ ആരെങ്കിലും ആസെടുത്തെടുപ്പിക്കാം. എന്നെ ആരും ഉപദ്രവിക്കാനാ? ഇല്ല മോളെ, അതൊക്കെ ശ്രദ്ധിക്കണം. ഒരുപാട് കാര്യങ്ങളുണ്ട്. കുഞ്ഞാവ ഉണ്ടല്ലോ. അത് കുഞ്ഞാവ എന്നോട് പറഞ്ഞു. അതാദ്യം വന്ന് 2-3 ദിവസം എന്നോട് പറഞ്ഞു, ഒരു 3 പേര് വന്നാൽ ഞാൻ നോക്കിക്കോളാം. പിന്നെ പിറകിൽ നിന്ന് എന്നെ കുത്തിയാൽ എനിക്ക് രക്ഷയൊന്നുമില്ല. പക്ഷേ എൻ്റെ മുമ്പിൽ നിന്ന് ഒരുത്തനും എന്നെ ഒന്നും ചെയ്യത്തില്ലെന്ന്. അത് നിന്നെ മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കുടുംബത്തെ മുഴുവൻ ഇനി അവൻ്റെ അണ്ടർ കൺട്രോളിലാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം. ഞാൻ സ്വസ്ഥമായി യൗവനം അങ്ങനെ പറയത്തില്ലയോ, ബാല്യം, യൗവനം, പിന്നെ ഗൃഹസ്ഥാശ്രമം, പിന്നെ വനവാസം, അങ്ങനെയൊക്കെ പലതുമാണ് പറയുന്നത്. ഞാൻ വനവാസമാണ്. അപ്പോൾ എനിക്ക് ഇതൊക്കെ ഒരു സുഖം. എനിക്ക് നെഗറ്റീവ് കമൻ്റാണ് ഏറ്റവും ഇഷ്ടം. അത് ചിന്തിക്കണം. അത് അവരുടെ മനസ്സാണ്. എല്ലാ മനസ്സും നമ്മൾ ചിന്തിക്കുന്ന പോലെ ആകണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഇല്ല, കാണിക്കാലോ. ഇത് ഇന്നലെ ആക്കി വെച്ചാണോ? ആ സൈഡിൽ കുറച്ചില്ലല്ലോ അല്ലേ, പോയതാ? കോഴിക്കുട്ടന്മാരെ കണ്ടോ? ഒരു നട്ടഭ്രാന്തനെ കണ്ടോ? ഈ കാണുന്ന എല്ലാ പട്ടിയും അവൻ കടിക്കും. കളിക്കുന്ന അവൻ അർദ്ധരാത്രിക്ക് 1 മണിയായി. വെള്ളം വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു മുള്ളാൻ പോകാനാണ്. 3 മണി. ഒരുത്തരും മുള്ളാൻ മുട്ടിയിട്ടാന്ന് ഓർത്തിട്ട് തുറന്നു വാതിൽ കൊടുത്തപ്പോൾ പരിവാരങ്ങളെല്ലാം അവൻ അങ്ങ് സ്നേഹിക്കുക. ഉമ്മ, നീ അകത്ത് കയറുന്നുണ്ടോ? ഇവനെ പുറത്ത് കിടത്തിയാൽ ഈ പെണ്ണുങ്ങൾക്ക് ഒന്നിനും സമാധാനം കാണില്ല. ഒറ്റ പട്ടിക്ക് സമാധാനം കൊടുക്കില്ല ഇവനെ പുറത്ത് കിടത്തിയ. എടാ, നിന്നെ കുളിപ്പിച്ചല്ലേടാ. ഇവിടെ വാടാ, കയറാത്ത ഉമ്മ വരുന്നുണ്ടോ? നീ പിടിച്ച അവൻ്റെ മുഖം ഒന്ന് കാണിച്ചു മുഖം കാണിച്ചു കൊടുത്തേ. എന്തൊരു നിഷ്കളങ്ക, എന്തൊരു ചൈതന്യമായി മുഖത്തോട്ട് നോക്കി. ഈ കുർത്തക്കേട് കാണിക്കുവോ? എൻ്റെ കുർത്തങ്ങോട്ട മോന്തമുണ്ടോ? എന്തിനാടാ നീ ഇങ്ങനെ ആയിപ്പോയത്? എന്തിനാടാ എല്ലാവരോടും കടി ഉണ്ടാക്കുന്നത്? ഒരു ദിവസം നീ എത്ര വരെ കടിക്കും? സുലുവമ്മയാണെ ഉടുപ്പെ പിടിച്ച് വലിച്ചോണ്ട് പോവൻ. കുർത്തം കിട്ടവൻ, ഒരു കുർത്തം കിട്ടവൻ, ഒരു കുർത്തക്കേട് നാക്ക് വയ്ക്കടാ, ഒരു കുർത്തം കിട്ടവൻ. എന്തൊരു സ്നേഹപ്രകടനമാണോ? ഇത് കളിക്കുവാ. ഞാനും മിക്കവാറും എല്ലാം കൂടി കളിക്കുന്ന നിങ്ങളെല്ലാം ഭയങ്കര കൂട്ടുകാരെ. ഇവരൊക്കെ
കുറച്ച് ഇവർക്ക് പ്രശ്നം എന്ന് വെച്ചാൽ ജാനുവിന് പല്ലിന് മൂർച്ചയില്ല. അവർ തിരിച്ചൊരെണ്ണം കൊടുത്ത ഇവനെല്ലാവരുമായിട്ട് കമ്പനിയാ. എന്നോക്കളെ കാത്തു പോയില്ലേ വരും. ഞാൻ അകത്ത് പോവാണേ. നീ അവിടെ നിന്നോ, ഞാൻ വാതിലടയ്ക്കാൻ പോവാ. ഉമ്മ ലൈറ്റ് ഓഫ് ചെയ്തു കള്ളന്മാർ പിടിച്ചോണ്ട് പോകും. ജാനു ഉമ്മച്ചൻ എടാ ലൈറ്റ് ഓഫ് ചെയ്തു. ഇപ്പൊ നോക്കാം അവൻ്റെ കാണിക്കുന്നേ നോക്കി. ഇപ്പൊ ചിന്നുവിൻ്റെ പുറത്ത് കയറും. ചിന്ന വഴക്കുണ്ടാക്കും ഇപ്പോൾ. എടി ജാനു നീ വല്ല കഞ്ചാവു ആണോ? MDMA വല്ലതും അടിച്ചിട്ടുണ്ടോ ജാനു? യോ എടി ഭ്രാന്തി എന്നെ അടി നീ കടിച്ചേ. ആ നോക്ക് ഇതെന്തിന്റെ കേടാന്ന്. കേടാ ഉമ്മ ആരെ കടിക്കണോന്ന് ആലോചിച്ചോണ്ടിരിക്കുവാണോ? തലപിടി ഒറ്റ ചാട്ട കട്ടിലോട്ട് കയറാൻ അറിഞ്ഞൂടാ. അടുത്ത ചിന്നുവിനോടായേ. ചിന്നുവിന് ഇഷ്ടമായി ഇവരിനോട് കളിക്കാൻ. 15 വയസ്സുള്ള തള്ളയാ നീ, അത് ആലോചിച്ചോ നീ. 15 വയസ്സുള്ളൊരു തള്ളയാണ്. ഒരു 10 എത്ര മാസമായിടാ ഇവൻ? ഫെബ്രുവരിയിലെങ്ങാണ്ടല്ലേ ഉണ്ടായേ? ആണോ? അല്ല ഫെബ്രുവരി അല്ലല്ലോ. ഓ നവംബറിൽ വന്നിവിടെ. നവംബറിൽ അപ്പം ഒക്ടോബർ. നിങ്ങളവിടെ കിടന്ന് കളിച്ചു, ഞാൻ കിടന്ന് ഉറങ്ങട്ടെ. ഉറങ്ങടാ, മര്യാദയ്ക്ക് ഉറങ്ങടാ. നിന്നെ ഇനി ഇവിടെ തല പൊക്കി കണ്ടേക്കല്ലേ. ഉറങ്ങിക്കിടക്കുന്ന പട്ടിയെല്ലാം വിളിച്ചുണർത്തു ഒരുത്തൻ. നീ ഉറങ്ങിയോ? ഉറങ്ങ. ഞാനി നോക്കുമ്പോൾ കണ്ണടച്ച് കിടന്നോണം. ഇത് തരും ഞാൻ നിനക്ക്. കള്ള ഉമ്മച്ചൻ. നമ്പർ 1 അഭിനയമാണേ. ഇപ്പം ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ അവൻ തല വെക്കും. വിഷമമായോ? വിഷമമായേ? സാരമില്ല കേട്ടോ. ഇപ്പോൾ ഒന്ന് ആശ്വസിപ്പിച്ച തിരിച്ചൊരു പൂർവാധിക ശക്തിയോടെ. ഉമ്മോ ഉമ്മ ഉമ്മച്ചോ വിഷമായോ? ഉമ്മച്ചൻ വിഷമായി. എടാ പൊന്നിന് സങ്കടമായോ? ഒരു കുഴപ്പമില്ല. നിന്റെ കയ്യിലിരിപ്പിൻ്റെ രാത്രിയിലെല്ലാം ഓന്നിരുന്നോണ്ട് അവന് അഹങ്കാരം. എനിക്കറിയില്ല, പകലും ഉറക്കമില്ല, രാത്രിയിൽ ഉറക്കമില്ല. ഈ ചെറുക്കൻ കുരുത്തക്കേട് തന്നെ കുരുത്തക്കേട്. ഉറങ്ങിയടാ, ഉറക്കം വരുന്നത് തോന്നുന്നു. സ്വിച്ചിട്ട പോലെ ഉറക്കം വരുന്നത്. നീ സമാധാനത്തിൽ കിടന്നു ചിന്നു. എനിക്ക് ഉറങ്ങി. നമ്മൾ ഓർഡർ ചെയ്തപ്പോൾ ഇതായിരുന്നോ? ഇതല്ലായിരുന്നു, പക്ഷെ കൊള്ളാം സംഭവം. പുതിയ വീട് വെച്ചിട്ട് കെട്ടി തൂക്കാൻ ഒരു 3 വർഷം പിന്നെ മേടിക്കാം. ഇവിടെ ഇടുന്നുള്ളൂ. മറ്റേതെങ്ങനത്തെ അമ്മ ഇത് പിടിച്ചേ, ഞാൻ കാണട്ടെ. ഇവിടെ ആ മാലയല്ല, അല്ലാണ്ട് പിടിച്ചേ. ഞാനോ ചാടി പിടിക്കരുത്. മോടയല്ല. ഞാനൊക്കെ ഇതെല്ലാം അങ്ങ് ഇളക്കാൻ കൊള്ളായിരുന്നു. അതിൻ്റെ ആഗ്രഹം പോലെ ഞങ്ങളിതൊരു ഉത്സവപ്പറമ്പാക്കും അല്ലേ? ആ കൊള്ളാലോ. പതുക്കെ ഓരോ സാധനമായിട്ട് നമ്മൾ സെറ്റ് ചെയ്യട്ടോ. ഒറ്റയടിക്ക് നടക്കൂല. ഓ പിന്നെ ഏതാ? ഓറഞ്ച് ആയിരുന്നു അത്. മത്തങ്ങ, കുമ്പളങ്ങ, വെള്ളരിക്ക, എന്തായിരുന്നടാ അത്? ചാപങ്ങയോ, റംബൂട്ടാൻ. എന്തു ഇപ്പൊ കഴിച്ചെന്ന് പറ. വായിൽ വേര് കിട്ടുന്നില്ല. അത് നമ്മുടെ ഇതോ? ഇതിന്റെ പേരെന്തുവാ? ഇതിന്റെ പേരെന്തുവാ? നമ്മുടെ സ്ട്രോബെറിയോ? എടാ അനാറ്. ആ അവന്റെ സ്ട്രോബെറി. ക്രീം തൂത്താലോ അതല്ലേ? ഓ പരസ്പരം ഒട്ടുന്നോ?
അയ്യോ ഇവിടെ കാറ്റുള്ളതുകൊണ്ട് എപ്പോഴും സൗണ്ട് ഉണ്ടാവും. പക്ഷേ അത് ഒട്ടിപ്പോന്നു. പിടിച്ച് ഞാൻ ക്രീം ഇട്ട് കൊടുക്കട്ടെ. നമുക്ക് അകത്ത് പോയി എടുക്കാം. ഞങ്ങൾ മുട്ടയും കൊണ്ട് പോവാണ്. ഈ പൂവും പോലെ എടുത്ത് മോൻ കൊണ്ട് പാത്ത് വെച്ചാൽ ആർക്കും കൊടുക്കല്ലേ. മോൻ്റെ വാഴക്കൊലയാണ്. എടാ എന്താടാ പൂവൻകൊല? പെടക്കൊല ഇല്ലേന്ന് ചോദിച്ചേ. ഇല്ലേ പെടക്കോഴിയുടെ കൂട്ട്? ആര് പറഞ്ഞ പെടക്കൊല ഇല്ല? പിന്നെ വില കൂടിയതൊക്കെ പൂവൻകൊല. കൊള്ളാലോ. ഇവിടെ സഹായിക്കുമല്ലേ. നമ്മൾ മുട്ട എടുക്കുകയാണ്. കിടു ഇത്ര മുട്ട കൂടി. ഇനി മുട്ട പെറുക്കിയോ? മോൻ ഇവിടെ ഇരുന്ന് കണ്ടാൽ മതി. ഞങ്ങളുടെ മുട്ട സ്റ്റോറേജിന്റെ റൂമാ. ഇവ ഓരോ മുട്ടയായിട്ട് നീ ഇങ്ങനെ വരുമോ? മോനെ മാമൻ അടുക്കിക്കോളൂ. നമുക്ക് ആ കിച്ചനോട് പറഞ്ഞാൽ ഇന്ന് മുട്ടയും കൂടെ കൊണ്ടുപോയിട്ട് വൃത്തിയാക്കിയാൽ മതിയെന്ന്. ട്വന്റി സോയിയോ? മതി. നിറഞ്ഞ് അടുത്തതിനകത്ത് വെക്കാം. പതുക്കെ മതിയടാ കിടൂ. ആ 1, 2 പറഞ്ഞു പോയി. 3 ചെറുതായി പോയല്ലോ. അത് ചെറിയൊരു മുട്ട. അത് കുഴപ്പമില്ല. അതിൽ നിന്നൊരു മോചനം ഇല്ലേ? ഉണ്ടടാ. അയ്യോ രണ്ടും കൂടെ ഒരെണ്ണം പൊട്ടിച്ചു. സാരമില്ല പോട്ടെ. ഇതും പൊട്ടി. പൊട്ടിയിരുന്ന പതുക്കെ ചെയ്യും രണ്ടുപേരൂടെ. ആ മോനായില്ലേ പുറക്കി. അവിടെ ഇരുന്നോ കിടോ? അവിടെ ഇരുന്നോ? താഴെ വെച്ചോ. അത് താഴത്ത് പോയി. ആ ആ കറക്റ്റ് എണ്ണമാണ്. എങ്ങനാ ഇതെവിടെ നിന്ന് പഠിച്ച ഇത്രയും കണക്ക്? പൊന്നു കിച്ചു, നമുക്ക് ഈ മുട്ടയും കൂടെ കൊടുത്തിട്ട് വൃത്തിയാക്കാം. നീ നാറാണത്ത് ഭ്രാന്തന്റെ പരിപാടി കാണിക്കല്ലേ മോനെ. പൊട്ടിയതാണേ വെക്കല്ലേ. പൊട്ടിയതാണേ ഇങ്ങിതാ. പൊട്ടിയോ കുഞ്ഞത്? എന്നാ പൊട്ടിക്കാണ്ട് പോയി. അച്ഛ വിളിച്ചോണ്ട് വന്നിട്ട് മുട്ട എടുത്ത് വെക്കാൻ പറ. അച്ഛയോട് പറ മുട്ട വന്ന് പെറുക്കി വെക്കാൻ. പൊട്ടിയോ? പൊട്ടിയെങ്കിൽ മാമൻ്റെ കൂടെ. ആ നീ അടുത്ത ട്രേ തരും മാമൻ. അതിന്റെ പുറത്ത് ഇനി എടുക്കല്ലേ. ആ അതിന്റെ പുറത്ത് വെച്ചോ. അതേ വെച്ചോ ഇനി പെറുക്കി. നീ അമ്മക്കണ്ട എടാ അതേ വെച്ചോ. അങ്ങനെ വെച്ച് പെറുക്കി കിടക്ക്. ഇതൊക്കെ പഠിച്ചു വേ. എന്തുവാണ് എത്ര വലിയ തമാശ? ഓരോ മുട്ട അത്രയാവും പെറുക്കി വെച്ചാ. ആ അതൊക്കെ അങ്ങ് വെച്ചോ. എന്തോ കുടിക്കുന്നതെന്ന് കാണിച്ചേ. എൻ്റെ മോരും വെള്ളമാ. ഇത്രയും കിടു അടിക്കുക കേട്ടോ. അത് മറ്റേത് പൊട്ടിയ മുട്ട. അടിയിൽ നിറണം വലിക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടും. അത് കുഞ്ഞമ്മാമൻ്റെ. എന്തൊക്കെ പണിയാ കിടു ചെയ്യുന്നത് എപ്പോഴും? കിടു ഈ മാമൻ്റെ ഒരു കാര്യം ഒട്ടിക്കുവാന്ന് തോന്നുന്നു. സൂക്ഷിക്കണ്ടേ മാമ? ഞെക്കി പൊട്ടിക്കല്ലേ. കിടു എന്തൊക്കെ പണിയാ കിടു ചെയ്യുന്നെന്നും? മുട്ട വായിലറിയാതെ മാറിപ്പോയി.
മുട്ട വായിലോട്ട് കൊണ്ടുപോയി ട്രെയിലോട്ട് പോയതാ. എൻ്റെ അപ്പിക്കിടുവേ കള്ളക്കിടുവേ. നനച്ചിട്ടിങ്ങനെ ഒഴിക്കാനുണ്ട്. പ്ലേറ്റിലാണോ? നിനക്ക് വെള്ളം കോരാൻ വേറൊന്നും കിട്ടിയില്ലേ? നട്ട വെയിലത്തിരുന്ന് ചെരുപ്പ് കഴുകുന്നു നോക്കിയാൽ പ്ലേറ്റ് വെള്ളം പിടിച്ചോണ്ട് വന്ന്. ഞാൻ അപ്പം ചെരുപ്പ് കഴുകി തരട്ടെ? ഒരു സ്വയം പര്യാപ്തൻ. അതെന്തുവാ ഊറ്റിയെടുക്കുന്നത്? പിഴിയുവാണോ ചെരുപ്പ്? കണ്ടു കണ്ടു കണ്ടു. ആ ആ. ഹലോ, എങ്ങനെയുണ്ട് ജീവിതം? അത് ചരുവാന്നോ? പ്ലേറ്റ് അല്ലേടാ. പതുക്കെ പോകണം, എന്നിട്ട് കൊണ്ട് ചരിവുള്ളിടത്ത് വെക്കണം. ശരിയാ, ചരുവല്ല പ്ലേറ്റോ. കഴിക്കൂ. അമ്മ ചോദിച്ചു കേട്ടോ, ഇനി ശരിക്കും കിച്ചു നോർമൽ അല്ലേ എന്ന്. ഒരുത്തൻ, അയ്യോ ഞാനിത് എങ്ങനെ വീഡിയോയിൽ കാണിക്കും? ഒരുത്തൻ കാറേ പോയിട്ട് വന്നതാ. ഇങ്ങനെയൊക്കെയാണ് ഈ നാട്ടിൽ കൂടെ വന്ന് നടക്കുന്നത്. ഈ കറുത്ത തോർത്ത് ഇതാ ഞാൻ ചോദിക്കുന്നത്. നിന്റെ അമ്മ പ്രസവിച്ച ഈ തോർത്തിൻ്റെ കൂടെ വന്നടാ നിന്നെ? എന്നാലും എടാ നാട്ടുകാരൊക്കെ കണ്ടില്ലടാ. ആ നാട്ടുകാർ ബോഡി കണ്ട്, ഇപ്പം ശരിക്കും കണ്ട്. ആ കണ്ടു കണ്ടു. ഇന്ത്യ വാണ്ട്സ് ടു നോ. ഇതെന്താ സംഭവം? അത് വെച്ചോണ്ടിരിക്കുക. ഒരു പ്ലേറ്റ് ഒരു അപ്പയുടെ അരി പഴിയിടാ. ചുമ്മാരിക്കണേ. അപ്പന്നേ സുലുവമ്മയുടെ ചെരുപ്പ് മൊത്തം അഴുക്കാന്നൊന്ന് കഴുകി കൊടുക്കാ. എൻ്റെ അസറ്റ് ഇവിടെ മുട്ട അടക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പറഞ്ഞ പോലെ കുഞ്ഞാവേ ഒരു അസറ്റാന്ന്. കണ്ടില്ലേ? എൻ്റെ അസറ്റ് ഇവിടെ മുട്ട കുറുക്കി അടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ന്യായമായ ചോദ്യം. അസറ്റാണോ അസത്താണോ എന്ന് അതെന്ത് കാര്യടാ? പറഞ്ഞോ അങ്ങ്? നീ പറഞ്ഞോ? യൂട്യൂബ് കണ്ടാണ് നിന്റെ കൂടെ കൂടിയെന്നും. ഉറക്കെന്ന് പറഞ്ഞു ഇങ്ങോട്ട് നോക്കി പറ. അല്ല, യൂട്യൂബ് കണ്ടാണ് നിന്റെ കൂടെ കൂടിയെന്നും ഇതൊക്കെ പറയുന്നുണ്ട്. അതും കൂടി ഇടയ്ക്കൊന്ന് ആലോചിച്ചു. അവര് പറയട്ടെ. നീ വന്നപ്പോൾ വരുന്ന കാലം തൊട്ടേ എനിക്ക് യൂട്യൂബ് ചാനൽ ഉള്ളതാണല്ലോ. അതൊക്കെ എൻ്റെ തെറ്റല്ലേ? അതെ, അതിപ്പോൾ നിൻ്റെ തെറ്റല്ലല്ലോ. ചാനൽ തുടങ്ങിയത് എനിക്ക് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ വന്ന എന്തായിരുന്നു? നമുക്കും അറിയാം, നമ്മുടെ വീട്ടുകാർക്കും അറിയാം, നമ്മളെ സ്ഥിരമായിട്ട് കാണുന്നവർക്കും അറിയാം. പിന്നെ കുഴപ്പമില്ല. അങ്ങനെ ചരിച്ചു വെച്ചായിരുന്നേനെ തോന്നുന്നു കേട്ടോ. ഓ ഇല്ല, എങ്ങനെയായാലും നീളവും വീതിയൊക്കെ ഒരുപോലെയാണ്. എന്ത് പറ്റി കിച്ചു? എന്ത് പറ്റിയിട കിച്ചു? ഇത് ഭംഗിയില്ല എടുക്കുന്നേ എൻ്റെ ഡാർലിങ്. പോയി മുട്ട എടുത്തിട്ട് മുട്ട എടുത്തിട്ട് എടാ എന്താ ഇവൻ ഇന്ന് എന്തോ പ്രശ്നമുണ്ട്. ആരാടാ നീ വണ്ടിയെ കയറ്റാൻ പോന്നേ? വണ്ടി കയറ്റിയിട്ടുണ്ട്. അവർ വണ്ടിക്ക് എന്തോ കുറ്റം പറഞ്ഞു. അതെ, ആരെയോ വണ്ടിയിൽ കയറ്റിയപ്പോൾ ആരോ അവനോട് എന്തോ ചോദിച്ചു. പ്രത്യേകിച്ച് അതേതോ പെമ്പിള്ളാരല്ലേ ഇത്ര ആത്മാർത്ഥമായിട്ട് പണിയൂല. പറടാ സത്യം. ആ ഈ വണ്ടിയിൽ ഞാനൊരു ഒളി ക്യാമറ വെക്കേണ്ടി വരും. ജർമ്മനിയിൽ അല്ലു എന്ന് പറഞ്ഞ അമ്മയെന്നാണ് അർത്ഥം. നീ ഉരുളണ്ട. മമ്മി എന്നുള്ളത് ജർമ്മനി പറഞ്ഞതാണ് അല്ലു എന്ന്. മനസ്സിലായി? ഇവരുള്ളവർക്ക് ചിന്തിക്കാൻ പറ്റുമോ? അതെ അതെ. വേറൊരു കാര്യം അറിയോ? നീ എത്ര ന്യായീകരിച്ചാലും അത് ഞങ്ങൾ കട്ട് ചെയ്ത് കളയും എഡിറ്റ് ചെയ്യുമ്പോൾ. ഇല്ല, കട്ട് ചെയ്തില്ല. കഴിഞ്ഞ ദിവസം ഇട്ട്. അല്ല, ഇവൻ ന്യായീകരിക്കുന്ന കാര്യം പറഞ്ഞു. അതെ, ന്യായീകരിക്കുന്ന ഭാഗം ഞങ്ങൾ കട്ട് ചെയ്ത് കളയും. അല്ല, വേറൊരു കാര്യമുണ്ട്. ഞാൻ വിചാരിച്ചാൽ അല്ലുവിൻ്റെ പേര് പറയുമ്പോഴെങ്കിലും കുറേ പെൺകുട്ടികൾ കേരളത്തിൽ രക്ഷപ്പെട്ടു പോവല്ലോ എന്ന്. ഇവനാണ് ഇവളുമാരെല്ലാം വിളിച്ച് പറഞ്ഞു അല്ലു എന്ന് ജർമ്മനി പറഞ്ഞ അമ്മയെന്നാന്ന്. അത് വിശ്വസിക്കാനും കുറേ എണ്ണം. അങ്ങനാണെങ്കിലേ അച്ഛനെന്ന് ജർമ്മനി പറയുന്ന പാത്തൂസ് എന്നായിരിക്കും.
അത്രയും ഗതികെട്ട പെമ്പിളാന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായി. അല്ല അതാണ് അല്ലു എന്ന് പറഞ്ഞ അമ്മ, പാത്തൂസ് എന്ന് പറയുമ്പോ അച്ഛൻ, അനിയത്തിക്ക് പറയുന്നതാണ് മൈൻ വൺ. അച്ചൂട്ടിയോ അനുക്കുട്ടി എന്ന് പറയുന്നത് ആരാ, ഇളയ അനിയത്തി. ഇതൊക്കെ ജർമ്മനിയിലാ. അച്ചൂട്ടി. പിന്നെ വേറെ പൈപ്പ് ലൈൻ സ്ഥലത്തേരൊക്കെ ഇട്ടേക്കുന്നത്. തൃശ്ശൂരുള്ള ആരാ ഇജേ? തൃശ്ശൂരുള്ള മോളെ ഏതായിരുന്നു? തൃശ്ശൂരുള്ള അനിയത്തി ഏതാ? ഇനി ഇത് വെക്കണം, കിച്ചുവിന്റെ ലവേഴ്സിന് വേണ്ടി ഒരു പ്രത്യേക ഗ്രൂപ്പ് അവൻ തുടങ്ങിക്കഴിഞ്ഞു. ശരി മേരി രാജേശ്വരി. പണ്ട് ജിഷ്ണുവിനെ കളിയാക്കാൻ ഞങ്ങളൊരു പാട്ട് പാടുമായിരുന്നു. ഏതാ? അമലജിത്ത് കാവ്യ ശിശിര ശില്പ സൗമ്യ അശ്വതി ആതിര നജി ശ്രുതി പാറു. അങ്ങനെ അങ്ങ് പാടേണ്ടി വരും. ഒന്നുകൂടെ പഠിക്ക താളത്തില്. അങ്ങനെ അമലജിത്ത് അതാണ് ഈ പാട്ട് കേട്ടോണേ. അമലജിത്ത് ജിത്യ കാവ്യ ശിശിര ശില്പ സൗമ്യ അശ്വതി ആതിര നജി ശ്രുതി പാറു. ഇത് നമ്മുടെ അനിയൻ ചക്കനെ കളിയാക്കാൻ അവന്റെ ലൈനുമാരാ. അതേ താളത്തില്. കിച്ചുവിന്റെ പറ്റൂല, ഇത്ര വരികളിൽ നിൽക്കൂല അല്ലേ കിച്ചു? ഇതിനു വേണ്ടിട്ട് ഞാനൊരു മഹാകാവ്യം എഴുതി. പക്ഷെ ഇതിലൊക്കെ അവൻ അഭിമാനം കൊള്ളുന്നുണ്ടോ? തുണി കഴുകുക, എന്നാ വണ്ടി കഴുകുക. കിച്ചു പകല് 3 മണിക്ക് തന്നെ സെറ്റ് ആക്കും, 6 മണി തൊട്ട് ട്രൂവിലാവും, രാത്രി 12:30 വരെ സംസാരിക്കും. അത് കഴിയുമ്പോൾ ബ്രേക്കപ്പ്. പിന്നെ രാവിലെ എഴുതിയപ്പോ കരച്ചിൽ, അവളെ പറ്റിയുള്ള ഓർമ്മകൾ ഒരു ദിവസമായി. അങ്ങനെയുള്ള പെമ്പിള്ളാർക്കറിയാം അത്രയും ഗതികെട്ട. കല്യാണം കഴിഞ്ഞമാർക്കൊക്കെ കുശുമ്പല്ലേ? ഈ കല്യാണം കഴിഞ്ഞമാർക്കൊക്കെ കുശുമ്പാ കിച്ചു. നല്ല ആമ്പിളാരുണ്ടല്ലോ, 4 കീറ് കയറുമ്പോ ശരിയാവും. ശരി, അങ്ങനെ എന്നെ തൊടാൻ ആരുമായിട്ട് അല്ലാതെ പറയുന്നത്. ഞാൻ അപ്പോൾ ഒറ്റ പെണ്ണിനെ പ്രേമിച്ചുള്ളൂ, അവളെ ഞാൻ കിട്ടുകയും ചെയ്തു. പെണ്ണ് കിട്ടാത്തോണ്ടാ നമുക്കറിയാമല്ലോ. നീ അമ്മൂനിട്ടെന്ന് വെച്ചതാന്നല്ലോടാ. നീ പറഞ്ഞ തന്നാണ് കിട്ടായാലും കൊണ്ട അമ്മൂനിട്ട. ഇല്ല, അമ്മച്ചേച്ചിക്ക് അറിയാം. അമ്മച്ചേച്ചി അത് ദുഃഖിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് മാത്രമല്ല അറിയത്തുള്ളൂ, എൻ്റെ ചേച്ചി ആയതല്ലോ. ആ അതെ അതെ, ഇവര് ചേച്ചി അനിയന് വന്നല്ലോ. പറഞ്ഞ കാര്യമില്ല. കേട്ടാണേ അമ്മുച്ചേച്ചിക്ക് അതിൽ ദുഃഖം ഉണ്ടെന്ന്. എന്തോ അണ്ണനി പ്രേമിച്ച് കിട്ടിയാന് പുറംപുട്ടി. ഞാനൊരു വാഴ വെച്ച് പോയി. ഇല്ല, ആ വാഴ കുറച്ച് താഴെ വീഴുമ്പോ ഇനി പോകൊടുന്നു. നിങ്ങൾ വാഴയായി, കുടുംബമായി. ദേ നിൽക്കുന്നു മറ്റൊരു ചെങ്കതളി. കുഞ്ഞാ, നമുക്കിതൊന്ന് വൃത്തികേടാക്കണമല്ലോ. എന്തുവാ, എന്റെ ഡ്രൈവിംഗ് സീറ്റ് മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ സീറ്റൊക്കെ കഴുകുക. അതൊക്കെ വൃത്തിയാക്കിക്കോ, ഇല്ല ഞാനിന്ന് ഡ്രൈവിംഗ് സീറ്റൊക്കെ കയറി ചെളിയാക്കും. കിടു മോനെ, ദേ കിച്ചുമാമൻ പറയുന്ന മോൻ ഡ്രൈവർ സീറ്റേ കയറുന്നേ ഇല്ലെന്ന്. അതും കൈ കഴുകാതൊന്ന് വന്നേ. അറിയോ, ഞാനിപ്പോ അപ്പുറത്തിറങ്ങി എങ്ങനെ അറിയോ, ഗേറ്റ് തുറക്കാൻ ഇറങ്ങി ആ കഥ തുറന്നിട്ട് ഇതുവഴി അപ്പുറത്തോട്ട്. ആ കേട്ടോ, ഗേറ്റ് തുറക്കുന്ന എങ്ങനെയാണെന്ന് അറിയാൻ ഇതുവഴി ഇറങ്ങും, എന്നിട്ട് തിരിച്ച് ഡ്രൈവർ സീറ്റ് ഇതുവഴി കയറും. അവന്റെ സീറ്റ് ചെളിയാവാതിരിക്കാൻ. ഇതേ മുട്ട എടുത്തിട്ട് വന്ന അവനാണോ? പാത്തൂനറിയണം ഈ മുട്ടയൊക്കെ എങ്ങോട്ടാ പോകുന്നതെന്ന്. അവിടെ ടെറിട്ടറി വിട്ട് ഈ മുട്ട എവിടെ പോകുന്നു നമുക്കറിയണം. ഞാൻ അപ്പളേ പറഞ്ഞേ. പുലിമുരുകനാണോ? പുലിമുരുകൻ മുട്ടയും കൊണ്ട് വരുവാ? മാറിക്കൊടു ചിന്നു. എൻ്റെ കുഞ്ഞില്ലായിരുന്നു എന്തോ ചെയ്തേനെ ഇവരൊക്കെ. ഇവിടെ കുറേ ആണുങ്ങളുണ്ട്, എൻ്റെ കൊച്ചിനെ കൊണ്ടാ പണിയെടുപ്പിക്കുന്നത്. ഇത് നല്ല ഭംഗിയല്ലേ കാണുമ്പോൾ? പൊട്ടാത്ത എടുത്ത് വെച്ചോ. അവനെ ആവേശം മൂത്ത് ഓടിയതാ. 30 മുട്ട നീ പൊട്ടിച്ചേ. ഭാഗ്യമായി ഒരു മുട്ട പൊട്ടിയില്ലെന്ന്. ഇന്ന് നോക്കിക്കോ, ഇനി വേണം ഇനി 30 മുട്ടയുടെ പൈസ തന്നിട്ട് പോയാൽ മതി. അതിൻ്റെ തരാത്തേ? ഇങ്ങോട്ട് നോക്കിക്കേ, ഇങ്ങോട്ട് നോക്കാൻ. 30 മുട്ടയുടെ പൈസ. അമ്മേ വേണ്ടമ്മ, ഇവിടെ എല്ലാം മുട്ട വാരി എറിയുന്നമ്മേ. അങ്ങോട്ട് നോക്കിയേ, ബുദ്ധിപരമായിട്ട് കാണിക്കുന്നത്. ഈശ്വര, ഇനി മുട്ടയുടെ നാറ്റം മാറാൻ എന്തൊക്കെ ചെയ്യണം? നോക്കടാ കിച്ചു, മുട്ട പൊട്ടിച്ചടാ താഴെയിട്ട്. ഒരു ട്രേ മുട്ട. വലിയ പണിക്കാരനാ, കിടുക്ക. ഇനിയൊന്നും ഇല്ല അങ്ങോട്ട് ഓടിച്ചല്ലാൻ.
കിടു 240 രൂപ തരുമോ? വെള്ളം തുറന്ന കളയല്ലെന്ന്. എടാ മന്ദിരംപടി സൈമൺ കിടു 240 രൂപ ഉണ്ടോ മാമൻ്റെ ഗൂഗിൾ പേയിലിടാൻ? 30 മുട്ട പൊട്ടിച്ചല്ലേ? പിന്നെ അതാ ചേച്ചി 30 എണ്ണം പൊട്ടിച്ചല്ലേ, അതിൻ്റെ പൈസ കൊടുക്കണ്ടേ മാമന്? അപ്പഴൊന്നുമില്ല, അപ്പടെ പൈസ ഇല്ലല്ലോ. നീ മുട്ട വെള്ളം കളയില്ലെന്ന് ഞാൻ പറഞ്ഞു. വെള്ളം കളയരുത്. അപ്പടെ പൈസ ഇല്ലല്ലോ. ഇവനെ നമുക്ക് മുട്ട വറക്കാൻ പോവാം. ആ ഞങ്ങൾ മേളി മുട്ട വറക്കാൻ പോവാ. ട്രെയിൽ പെറുക്കി വെക്കട്ടെ കുഞ്ഞാ? മക്കള് തൂത്തോ 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 കുഞ്ഞാ കുഞ്ഞാ. ഈ കാലം മാമനും ഒരു കാലം മോനും. ആ കാല് നീ ഇട്, ഈ കാല് മാമനിട്. ഇപ്പം എന്താ പ്രശ്നം? രണ്ടുപേരുടെ പ്രശ്നം തീർന്നോ? രണ്ടുപേരും ഇട്ടോ, പ്രശ്നം തീർന്നില്ലേ? മത്സരിച്ച് സ്നേഹിക്കാന്നോ രണ്ടും കൂടെ? എന്നെ കെട്ടിയിടുവോടാ നീ? ആ ദൂരണം. മാമ ഊരിത്തരും കേട്ടോ. കൊള്ളാവോ അപ്പം എൻ്റെ കൊലുസൊക്കെ ഇടൂ? ഇതാര് മേടിച്ചെന്നാ? ആണോ? ആ മാലയാണോ അത്? കൊലുസല്ലേടാ? സ്പൈഡർമാനാ കൊലുസിട്ട് വരുന്നേ. കുഞ്ഞാ അത് പൊട്ടിക്കും കുഞ്ഞാ. എന്തോ ഇപ്പം ഇടിച്ചോ? ഇടിച്ചു, നല്ലോണം ഇടിച്ചു. വിളയല്ലെന്ന് പറഞ്ഞില്ലേ അപ്പാ? ഒന്നും ഇടിച്ചില്ലേ? വേണ്ട മോനെ, അപ്പം എടുത്തോളാം. അങ്ങിതോ ഞാൻ കെട്ടിത്തരാം. ഇത് ഇങ്ങനെ കെട്ടണം, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കലക്കണം. അവിടെ എന്താ വോളിബോൾ കളിയോ? മാമൻ ഇട്ട് തരട്ടടാ.